ഇത് പിന്നെ ആനക്കൊമ്പൻ വെണ്ടയാണ്. ഈ ആനക്കൊമ്പൻ വെണ്ടയിൽ ഞാൻ ഒരു ചെറിയ പരീക്ഷണം നടത്തുകയാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് 18.5 ഇഞ്ച് വലിപ്പത്തിലുള്ള വെണ്ടയ്ക്ക ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള പിന്നെ അത്യുൽപാദന ശേഷിയുള്ള പിന്നെ തൈകളും വിത്തുകളുമാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ കുറഞ്ഞ് 2-3 വെണ്ടയ്ക്ക തന്നെ നമുക്ക് ഒരു ദിവസത്തെ പിന്നെ പാചകത്തിന് മതിയാവും. കുറച്ച് സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദനം എന്നുള്ളതാണ് നമ്മൾ പിന്നെ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം. പിന്നെയുള്ളത് കത്തിരിയാണ്. കത്തിരിയുണ്ട്. കത്തിരി അതുപോലെ ഇത് പാകമായി വരുന്നതേ ഉള്ളൂ. ഈ കത്തിരി ഈ പറഞ്ഞ പോലെ നല്ല സൈസിലേക്ക് വരുന്നതാണ്. അത്തരത്തിൽ വിവിധയിനം കത്തിരി പിന്നെ ചെടികൾ നമ്മളിവിടെ കൃഷി ചെയ്യും. ഇത് വിവിധ തരത്തിലുള്ള ക്യാബേജാണ്. ഇത് നീല കളറും അതുപോലെ തന്നെ സാദാ ക്യാബേജുമാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. ക്യാബേജൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ ഏത് കാലാവസ്ഥയിലും നമുക്ക് കൃഷി ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ പരിപാലനം അത്തരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ചൂടുള്ള സമയത്ത് അത് തണലത്തേക്ക് മാറ്റി വെച്ച് ഐസ് വാട്ടറൊക്കെ ഒഴിച്ചാണ് നമ്മളിതിനെ പരിപാലിച്ച് വരുന്നത്. അതിന് തണുപ്പ് കൂടുതൽ ആവശ്യമുണ്ട്. അതുപോലെ കോളിഫ്ലവർ പലപ്പോഴും നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന കോളിഫ്ലവറൊക്കെ വിഷം നിറഞ്ഞതായിരിക്കും. അതിന് പകരം നമ്മൾ ആവശ്യത്തിന് ഒരു 10-15 പിന്നെ ചട്ടിയിൽ കോളിഫ്ലവർ കൃഷി ചെയ്യാൻ കഴിയും. ആവശ്യത്തിനുള്ള കോളിഫ്ലവർ നമുക്കതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനും കഴിയും.